ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്ന അത്തരം ഗുണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതുമായി നേരിട്ട് ബന്ധപ്പെടാത്ത എന്നാൽ അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് കാരണമാകുന്ന ഒരു സംഗതിയായി പലരും പരിഗണിക്കാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ ശക്തി, ശാരീരികവും മാനസികവുമായ ശക്തി, കരുത്ത്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ശക്തനായ വിശ്വാസി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനും ഉത്തമനുമാണ് മിനൽ മുഅ്മിനിൽ ളഈഫ്, ഒരു ദുർബലനായ വിശ്വാസിയേക്കാൾ. വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്. ഇഹ്റിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരപ്പെടുന്നതിൽ കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുക. വലാ തഅജസ്, അശക്തനാകരുത്, ഏത് സന്ദർഭത്തിലും ദുർബലനായി പോകരുത്. വഇൻ അസാബക ഷൈഉൻ, എന്തെങ്കിലും നിന്നെ ബാധിച്ചാൽ ഫലാ തഖുൽ, നീ പറയരുത് ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒക്കെ ആകുമായിരുന്നു എന്ന് പറയരുത്. വലാകിൻ ഖുൽ, പക്ഷെ പറയണം ഖദ്ദർ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു. വമാഷ അള്ളാഹു ഫഅൽ, അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു. കാരണം ഫഇന്ന ലൗ തഫ്തഹു അമല ഷൈത്വാൻ, കാരണം ലൗ അല്ലെങ്കിൽ ആയിരുന്നുവെങ്കിൽ എന്ന പദം അത് പിശാചിൻ്റെ പ്രവൃത്തികൾക്കുള്ള വാതിൽ തുറക്കലാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഒരു ഹദീസാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അതായത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ശക്തനായ ഒരു വിശ്വാസി. എന്നാൽ ദുർബലനായ വിശ്വാസിയിലും നന്മയുണ്ട് എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു. കാരണം ചിലപ്പോൾ ഏതിലാണ് ഈ ശക്തിയും ദൗർബല്യവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് അള്ളാഹുവാണ്. ചിലപ്പോഴൊക്കെ നാം തന്നെ അത് നേടിയെടുക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ടെങ്കിലും അന്തിമമായി അത് അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം, ഞാൻ ദുർബലനാണ്, അതെൻ്റെ തെറ്റല്ല, എൻ്റെ സാഹചര്യങ്ങളോ അവസ്ഥകളോ ഒക്കെ പിന്നോട്ടെന്നെ വലിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചേക്കാം. അങ്ങനെയുള്ള അതിന് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എല്ലാവരിലും നന്മയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറയുന്നുണ്ട്, വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, അള്ളാഹു എല്ലാവർക്കും നന്മ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതായത് ആ പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നേരത്തെ ഇസ്ലാം സ്വീകരിച്ചവരെയും പിന്നീട് സ്വീകരിച്ചവരെയും താരതമ്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വാചകമാണ് അത്. അതായത് അവിടെ നേരത്തെ ഇസ്ലാമിൽ കടന്നു വരികയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്തവർക്ക് ധാരാളം പ്രതിഫലമുണ്ട്. അങ്ങനെ ചെയ്യാത്ത അല്ലെങ്കിൽ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെക്കാളും പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നതാണ് വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു അവരവർക്ക് നിശ്ചയിച്ച പ്രതിഫലമുണ്ട്. എങ്കിലും നേരത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ പിന്നീട് വന്നവരെക്കാൾ ആ പ്രതിഫലത്തിന് അർഹരാണ് എന്ന് അള്ളാഹു പറയുന്നത് പോലെ, സൂറത്തുൽ ഹദീദിൽ പറഞ്ഞതുപോലെ ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുർബലനായ വിശ്വാസിയേക്കാൾ ശക്തനായ വിശ്വാസി അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ താല്പര്യമെടുക്കുക, അള്ളാഹുവിനോട് സഹായം തേടുക, നിൻ്റെ കരുത്ത് അള്ളാഹുവിൽ നിന്ന് കണ്ടെത്തുക എന്നർത്ഥം. അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് പറഞ്ഞാൽ സ്വന്തം കരുത്തിൽ മാത്രം വിശ്വാസമർപ്പിച്ച് അതൊരു പ്രധാനപ്പെട്ട ഈഗോ ആയിട്ട്, ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറരുത്, അമിതമായ ആത്മവിശ്വാസമായിട്ട് മാറരുത്. മറിച്ച് അള്ളാഹുവിൽ സഹായം തേടണം. എനിക്ക് ഏതാണോ ഏറ്റവും ഉപകാരമുള്ളത് അതിൽ കാര്യമായി താല്പര്യമെടുക്കണം, അതിൽ ഫോക്കസ് ചെയ്യണം എന്നർത്ഥം. എന്നിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് സംഭവിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായത് സംഭവിച്ചാൽ
ഖദ്ദർ അല്ലാഹ്, ഇത് അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ട് സംഭവിച്ചു എന്ന് പറയണം. മറിച്ച് ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറയരുത്. കാരണം അത് പിശാചിന് വാതിൽ തുറന്നു കൊടുക്കലാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കരുത്ത് എന്നത് പറയുന്നത് വളരെ വിശാലമായ അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മൾ ഉത്തമവും ധാർമ്മികവുമായ മാർഗങ്ങളിലൂടെ കരുത്താർജിക്കണം, അശുദ്ധമായ വഴികളിലൂടെയല്ല. കരുത്തിൻ്റെ പേരിൽ അഹങ്കാരികളാകാനോ അമിത അഭിമാനം നടിക്കാനോ അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ കരുത്ത് കാണിക്കുന്നത്, തേടുന്നത്. മറിച്ച് പുണ്യ പ്രവൃത്തികൾ ചെയ്യാനും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സാന്നിധ്യത്തിനും വലിയ ഒരു സ്വാധീനമുണ്ടാകണം. വിശ്വാസികൾ ഈ ഭൂമിയിൽ നിലകൊള്ളുമ്പോൾ അവർക്ക് സ്വാധീനം വേണം. അതാണ് വാസ്തവത്തിൽ ഈ കരുത്ത് ശക്തി നേടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈമാൻ്റെ ഒരു കരുത്ത്, അതിൻ്റെ ഒരു പ്രതിരോധശേഷി, ശാരീരികവും ആത്മീയവുമായ കരുത്ത്, ഇതൊക്കെ വിവിധ തരത്തിലുള്ള ഖുവത്ത്, അൽ മുഅ്മിനുൽ ഖവി എന്ന് പറയുന്നിടത്ത് ഇതൊക്കെ ഉൾപ്പെടും. നമ്മുടെ വിശ്വാസം നമ്മളെ എങ്ങനെ ബോധവാന്മാരാക്കുന്നുവെന്നും ശാക്തീകരിക്കുന്നുവെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരിക്കലും നിസ്സഹായനാകരുത്. വലാ തഅജസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം എഴുന്നേറ്റ് നിൽക്കാനും വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും കരുത്തുള്ളവരാകാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ, നിങ്ങളുടെ അൽ യദുൽ ഉലിയ ഖൈറും മിനൽ യദിസ് സുഫ്ല, ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയേക്കാൾ ഉത്തമം. അതായത് സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന, അതിൽ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൈകളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്ന കൈകളേക്കാൾ ഉത്തമം. അതും ഒരർത്ഥത്തിൽ ശക്തിയുടെ പ്രതീകമാണ്. അതായത് നമ്മൾ സാമ്പത്തികമായി ശക്തി ഉള്ളവരാവുക, സോഷ്യലി സാമൂഹികമായി നമ്മൾ ഉയർന്നു നിൽക്കുന്നവരാവുക, അതെല്ലാം ദുർബലരായ നിൽക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു സമൂഹം എന്ന നിലയിൽ ശക്തി ആർജിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ, നിങ്ങൾക്ക് സാധിക്കുന്നത്ര കഴിയുന്നത്ര കരുത്ത് ഒരുക്കണം. ഏത് സമൂഹത്തിലും റെസിലിയൻ്റായിട്ട് നിലകൊള്ളാൻ, അതിൽ അവിടുത്തെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് നിലകൊള്ളാൻ ശക്തിയുടെ ഒരു അനിവാര്യമായ ഒരു സംഗതിയാണ് ശക്തി എന്ന് പറയുന്നത്. കരുത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമൂഹമായിട്ട് നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. നല്ല ഗുണങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹുവിന് പ്രിയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അത്തരം ആളുകൾ ഉണ്ടാകണമെന്നതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. നോക്കൂ, നമുക്ക് ശക്തിയില്ലെങ്കിൽ ആരോഗ്യപരമായി, സാമ്പത്തികമായി, സാമൂഹികമായൊക്കെ ശക്തിയില്ലെങ്കിൽ നാം പ്രധാനപ്പെട്ട നമ്മുടെ ആരാധനാകർമ്മങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് ഹജ്ജ് എടുത്തു നോക്കൂ. ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ സാമ്പത്തിക ശക്തി വേണം, ആരോഗ്യപരമായിട്ടുള്ള ശക്തി വേണം. നോമ്പിനും ഒക്കെ അത് ആവശ്യമാണ്. നമസ്കാരം പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കണമെങ്കിൽ ശാരീരികമായ കരുത്ത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ആരാധനാ കാര്യങ്ങൾ തുടങ്ങി മറ്റൊരാളെ സഹായിക്കുന്ന വിഷയം എടുത്തു നോക്കുക. ഒരാളുടെ കടം വീട്ടാനോ അല്ലെങ്കിൽ ഒരാൾ പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താനോ ഒക്കെ നമുക്ക് സാമ്പത്തികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള കരുത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മനോഹരമായ ഗുണവിശേഷങ്ങൾ അത് നമ്മിൽ പ്രകടമാകുന്നത് അള്ളാഹു ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. ആ അടിസ്ഥാനത്തിൽ അത് നമ്മൾ കരുത്തുള്ളവരായാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ ആട്രിബ്യൂട്ട്സ്, അവൻ്റെ ഗുണങ്ങൾ, സിഫാത്തിനെ നമുക്കും ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ദുർബലരോ പരാജിതരോ നിസ്സഹായരോ ആയിരിക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. ഇതിൽ തവക്കുൽ എന്ന് പറയുന്ന ഗുണവുമായിട്ടും ഇതിന് ബന്ധമുണ്ട്. അതായത് വലാ തഅജസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നിസ്സഹായനാകരുത്, തോൽവി സമ്മതിച്ചു കൊടുക്കുന്നവനാകരുത് എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. എപ്പോഴും സ്വയം ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുക, വാങ്ങുന്നവനേക്കാൾ നൽകുന്നവനാകാനും ആശ്വസിപ്പിക്കപ്പെടുന്നവനേക്കാൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവനാകാനും ശ്രമിക്കുക. അതാണ് അള്ളാഹുവിനെ പ്രിയപ്പെട്ടവരാക്കുന്നത്. എന്നാൽ നമ്മുടെ സാഹചര്യങ്ങൾക്കപ്പുറത്തുള്ള കാരണങ്ങളുടെ പേരിൽ നമ്മൾ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നമ്മൾ ദുർബലരായി അല്ലെങ്കിൽ വ്യക്തിപരമായി ശാരീരികമായോ സാമ്പത്തികമായോ ഒക്കെ നമ്മൾ ദുർബലരായി പോയി കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ട് മനസ്സിലാക്കണം. അതാണ് ഖദ്ദർ അല്ലാഹ് വമാ ശാഅ ഫഅൽ. അള്ളാഹു അവൻ വിധിച്ചിരിക്കുന്നു, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്.
അത് ആ അർത്ഥത്തിൽ നമ്മളത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും വേണം. പക്ഷേ എല്ലാ രീതിയിലും കരുത്തുള്ളവരാകാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ വിശ്വാസത്തിലും ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ബുദ്ധിയിലും അറിവിലും പ്രതിരോധശേഷിയിലുമൊക്കെ നമ്മുടെ കരുത്തും ശക്തിയും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ അർത്ഥത്തിൽ ശക്തരായ വിശ്വാസികളായി നിലകൊള്ളാൻ അള്ളാഹു നമ്മേവരെയും തുണക്കുമാറാകട്ടെ. വാഹൃദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.